ഞാൻ കുടിച്ചോളാം കുട്ടി. ഇന്നൊരു ദിവസം ഞാൻ കോരിത്തരാം. എനിക്ക് അവിടെ ചെന്നിരുന്ന് ഓർക്കാനാ. ഉത്തരേ, ദേ നിന്നെട്ടോ ഞാൻ ചിറ്റയെ ഏൽപ്പിക്കണത്. ഞാൻ പോവാ. എവിടേക്ക്? അമ്മ വന്നിട്ടുണ്ട് താഴെ. അച്ഛന് സുഖമില്ലാന്ന്. ഒരു മൈനർ അറ്റാക്ക്. അച്ഛൻ എന്നെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുക. കള്ളം പറയിച്ചതാണോ അമ്മയെ കൊണ്ട്? ഞാൻ വിളിച്ചു അച്ഛനെ. കരയാ ഫോണിലൂടെ. ഞാൻ പെട്ടെന്ന് വരും, നീ പേടിക്കണ്ട. ചിറ്റയെ കാവ്യെ ഏൽപ്പിച്ച് പോവാനിരിക്കായിരുന്നു ഞാൻ. എല്ലാം കൂടെ ഒത്തു വന്നത് കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ കാവ്യെ, നടന്നതൊന്നും ഭാഗ്യമല്ല, ഒക്കെ അവസാനിക്കുന്നത് ദുരന്തത്തിലായിരിക്കുമെന്ന്. നീ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അച്ഛൻ എന്നെ സമാധാനിപ്പിച്ച ഞാനിങ്ങ് ഓടി വരും. നിനക്ക് മാത്രമല്ല എനിക്കുണ്ട് ചിറ്റയുടെ കാര്യത്തിൽ പേടി, ഉത്തരവാദിത്വമൊക്കെ. എന്താ കുട്ടി കാണിക്കണേ? അച്ഛന് സുഖമില്ലെന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തുക. ആ കടമയല്ല ആദ്യം ചെയ്യേണ്ടത്. മോളെ പോയിട്ട് വാ. ഞാൻ വരും ചിറ്റേ. അഥവാ വരാൻ പറ്റിയില്ലെങ്കിലും വിഷമിക്കണ്ട. ഞാൻ എന്താ പറയാ, ദൈവത്തിന്റെ ഓരോ അവതാരങ്ങൾ വരാന്നൊക്കെ പറയില്ലേ? എന്തിനാ മനുഷ്യർക്ക് കുറച്ചു കാലം സുഖവും സന്തോഷവും ഒക്കെ കൊടുക്കാൻ? അങ്ങനെ ചിറ്റയ്ക്ക് തോന്നിയത്. ചിറ്റ സന്തോഷിച്ചില്ലേ, ചിരിച്ചില്ലേ, പുറം ലോകം കണ്ടില്ലേ? അത് മതി. പോയിട്ട് വാ. ഉത്തരെ, മോളെ കൊണ്ടു ചെന്നാക്ക്. വാ. ദൈവത്തിന് ഇഷ്ടമല്ല ചിരിക്കണതും സന്തോഷിക്കണതും. പിന്നെ ഞാൻ ആശിച്ചിട്ടെന്താ? ഇറങ്ങാം മോളെ. ഒരു മിനിറ്റ്. തമ്പുരാൻ, ഓ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? ചെമ്പേരി തമ്പുരാൻ എന്താവശ്യപ്പെട്ടാലും എന്റെ അച്ഛനതനുസരിക്കും. തമ്പുരാനു വേണ്ടിയാണോ എന്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്? എന്താ പറയാ മോളെ, നിന്നെ ഇവിടുന്ന് ഒഴിവാക്കണമെങ്കിൽ അങ്ങനൊരു നാടകം ചെമ്പേരി തമ്പുരാൻ ആവശ്യമില്ല. പകരം സോമശേഖരനെ ഇവിടെ വരുത്തും, ആചാര മര്യാദകൾ അനുസരിച്ച് കൊണ്ടുപോകാൻ. എല്ലാ വാക്കിലും കൊല്ലുമെന്ന ഭീഷണി നിറയ്ക്കാൻ ചെമ്പേരി തമ്പുരാന് മാത്രമേ പറ്റൂ. അച്ഛനെ കണ്ടാൽ ഞാൻ തിരിച്ചു വരും. അതുവരെ ഉത്തരയ്ക്കോ ചിറ്റയ്ക്കോ ഒന്നും സംഭവിക്കരുത്. സംഭവിച്ചാ ചെമ്പേരിയുടെ പടി കയറാൻ മടിയില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഞാൻ വരൂ. വരണം മോളെ. ഉന്നതന്മാരൊക്കെ ചെമ്പേരി വന്ന് സൽക്കാരം സ്വീകരിച്ചു മടങ്ങട്ടെ. എല്ലാവരുടെയും സ്വാതന്ത്ര്യം ഉള്ളം കയ്യിൽ വെച്ചുള്ള ഈ രാജവാഴ്ച അവസാനിക്കും തമ്പുരാൻ. അത് തുടങ്ങി വെച്ചിട്ടാ ഞാൻ പോകുന്നത്. ഇഷ്ടപ്പെടാത്തത് കൺമുമ്പിൽ കണ്ട പ്രതികരിക്കണം. ഭയപ്പെടാൻ നീ തയ്യാറുണ്ടെങ്കിലേ ഭയപ്പെടുത്താനും ശ്രമിക്കൂ. ഞാൻ അധികം വൈകില്ല.
വരട്ടെ തമ്പുരാൻ. ആ സോമശേഖരനോട് പറയുക, അയാളുടെ ആരോഗ്യത്തിനു വേണ്ടിയുള്ള വഴിപാടുകളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ആ അറിയാം. അടുത്ത ഉത്സവത്തിന് വരണമെന്ന് പറയുന്നുണ്ടായിരുന്നു ഏട്ടൻ. ആ വരട്ടെ. ബന്ധുക്കളുടെ വരവും ഉത്സവം തന്നെയാ ചെമ്പേരിയില്. എന്നാ ഇറങ്ങട്ടെ തമ്പുരാൻ. വാ ഇറങ്ങാം മോളെ. പോട്ടടി. കരയണ്ട. മുമ്പൊന്നും പോണ പോലെ അല്ല. ഇപ്പൊ എന്തോ ഒരു പേടി. നിന്നെ ഇപ്പൊ പറഞ്ഞേക്കേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചാൽ എന്റെ അച്ഛനെ എതിർക്കണം. വേണ്ട, എല്ലാവരും കൂടി എന്തിനാ കുഴപ്പത്തിലാവണ്? എനിക്ക് പറഞ്ഞിട്ടുള്ളത് ഈ അലച്ചില്. ബാലേട്ടൻ ഒരു വാക്ക് തന്നാ മതി. എന്താ? ഞാൻ തിരിച്ചെത്തുന്നത് വരെ ചിറ്റ ജീവനോട് ഉണ്ടാവുമെന്ന്. എനിക്ക് ഉറപ്പില്ല. ഞാൻ ശ്രദ്ധിച്ചോളാം. നേരിട്ടൊന്നും പറയാൻ നിൽക്കണ്ട. എന്ത് ചെയ്യാൻ മടിക്കില്ല. ഇനി എന്റെ കാര്യത്തിലും കൂടി വിഷമം എടുത്തു വെച്ചോ നീ. ഇനി അവിടുന്ന് തിരിച്ചു വിടാണ്ടെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടോ ആവോ? ഏൽപ്പിക്കട്ടെ. ഞാൻ വിചാരിച്ചാലും അങ്ങോട്ടൊക്കെ യാത്ര ചെയ്യാൻ പറ്റും. പിഴച്ച തള്ളയുടെ സന്തതിന്ന് എന്നു മുതൽ കേൾക്കണത്. ഇപ്പൊ ദൈവം അത് തിരുത്തി. എന്തിന്? തലയിലുള്ള എടുത്തി ഒന്നുകൂടി ഇടാൻ. അച്ഛനെ നേരിട്ട് കണ്ടു. അതും വലിയൊരു പുണ്യാണ് എന്നെ പോലൊരാൾക്ക്. വേണ്ട, കൂടുതൽ പറഞ്ഞ് കരയണ്ട. പോകുമ്പോ ഒന്നുറപ്പിച്ചോ നീ, ഇനി ഇതുപോലൊരു യാത്ര നിനക്കുണ്ടാവില്ല. തിരിച്ചു വന്നാ നിന്നെ ഞാൻ കൊണ്ടുപോകും. ഞാൻ പോവാട്ടോ. എന്തായാലും നല്ലിയുടെ തീരുമാനം നന്നായി. ആശ്വാസമായി എനിക്ക്. അറിയുന്നൊരു കുടുംബം തകരാതിരിക്കുന്നതിൽ. ഞാൻ ഇവരുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചത്. അല്ലാതെ പഴയ പോലെ എനിക്കിനി പെരുമാറാൻ പറ്റുമെന്നറിയില്ല. പറ്റും. ഇതുവരെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അഭിമുഖീകരിക്കാത്തതുകൊണ്ട് നളിജിയുടെ മനസ്സിൽ ഈ സംഭവത്തിന് വ്യാപ്തി കൂടും. അപ്പൊ ആലോചനയും കൂട്ടണം. പരിഹാരം സ്വന്തം മനസ്സിൽ തന്നെ വരും. ഇനി ഒരിക്കലും മാധവേട്ടൻ ആ പെൺകുട്ടിയെ കാണില്ലെന്ന് തമ്പുരാൻ എനിക്ക് ഉറപ്പ് തരണം. ജസ്റ്റിസ് എന്നല്ല,
ഇവിടെ ഇനി ആരും അവളെ കാണില്ല. നാളെ രാവിലെ അവള് പോവാ എങ്ങോട്ട്? കൽക്കട്ടയിലേക്ക്. അവിടെ വേണമെങ്കിൽ അവക്ക് വേലക്കാരിയായിട്ട് ജീവിക്കാം, അതുമല്ലെങ്കിൽ സ്വന്തം ഗതിയോർത്ത് ആത്മഹത്യ ചെയ്യാം. ആ പെണ്ണിനെ തിരിച്ചു വരുമോ? ഹേയ്, ഞാൻ ജീവിച്ചിരിക്കുമ്പോ സംഭവിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വലുത് നിങ്ങളാ. ഇനി ഈ ലോകത്ത് അവളില്ല എന്ന് തന്നെ കൂട്ടിക്കോളൂ. നാളെ പോവല്ലേ ഇവിടുന്ന്. കുടുംബം ശാന്തമായിരിക്കാൻ ശ്രദ്ധിക്കുക, മറ്റുള്ളവരുടെ മുമ്പിലെങ്കിലും. ഇറങ്ങട്ടെ എന്നാ, പോട്ടെ മോളെ. ആ പെണ്ണിവിടുന്ന് പോയാ മമ്മി ക്ഷമിക്കുവോ പപ്പയോട്? നളിനി നല്ല ആശ്വാസത്തിലാ അവൾ ഈ നാട്ടിൽ നിന്ന് പോകുന്നു എന്നറിഞ്ഞപ്പോ. ഞാൻ മറിച്ച നാടുകടത്താൻ എനിക്ക് അവകാശം എന്താ? ജീവിതത്തിൽ ഒരിക്കലും ഞാനത്ര ക്രൂരനായിരുന്നില്ല തമ്പുരാൻ. ഹേയ്, ഇപ്പോഴും അല്ലടോ. പിന്നെ ചില നീക്കുപോക്കുകൾ അതാരുടെ ജീവിതത്തിലാ ഇല്ലാത്തത്. എന്റെ ജീവിതം ഇപ്പൊ ഞാൻ ഡിസൈൻ ചെയ്ത പാതയിലല്ല. എനിക്കിനി ആരെയും ദ്രോഹിക്കാൻ പറ്റില്ല. വേണ്ട, അവൾ ഇവിടുന്ന് പോകുന്നതോടെ എല്ലാം ശാന്തമാവും. ഉത്തര പോകാൻ പാടില്ല. അതെ, പിറന്ന വീടും പരിചയമുള്ള ആളുകളെയും വിട്ട് അവളെ പറഞ്ഞയക്കരുത്. പോകേണ്ടത് ഞാനാ, കാരണം തെറ്റ് ചെയ്തവൻ ഞാനാ. ജസ്റ്റിസ് എന്തൊക്കെയാ പറയുന്നേ? വിലയില്ലാത്തൊരു പെണ്ണ്. വിലയുണ്ട്. എന്റെ ജന്മത്തിനും തമ്പുരാന്റെ ജന്മത്തിനും വിലയുണ്ടെങ്കിൽ അവളുടെ ജന്മത്തിനും വിലയുണ്ട്. എന്തായാലും പോകാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇനി അതിൽ യാതൊരു മാറ്റവും ഇല്ല. മാറ്റണം. ജസ്റ്റിസ് ക്ഷമിക്കുക. ചെമ്പേരി തമ്പുരാന് തീരുമാനങ്ങൾ മാറ്റിയുള്ള ഒരു ശീലമില്ല. എന്റെ മകളാണെന്ന് ഞാൻ അവളെ അംഗീകരിച്ചാലോ? പിന്നെ എന്തവകാശം ഉണ്ടാവും തമ്പുരാന്? എന്താ കളി പറയാണോ മാധവൻ നായർ? അല്ല, മറ്റുള്ളവരുടെ വിചാരണയ്ക്ക് മുമ്പിൽ നിൽക്കുന്ന പോലെ അല്ല തമ്പുരാൻ. സ്വന്തം മനസ്സിന്റെ വിചാരണയ്ക്ക് മുമ്പിൽ നിൽക്കുന്നത്. ഇത്രയും വർഷങ്ങളായി ഞാൻ നിൽക്കുന്നത് അങ്ങനെയാണ്. എന്റെ ജീവിതത്തിലെ തെറ്റുകൾ എനിക്ക് തിരുത്താൻ പറ്റില്ലായിരിക്കാം, പക്ഷെ ഇനി ഒരു തെറ്റ് ചെയ്യാതിരിക്കാൻ എനിക്ക് സാധിക്കണ്ടേ? മാധവൻ നായർ, എന്റെ ജീവിതത്തിന്, എന്റെ നേട്ടത്തിന് വലിച്ചെറിഞ്ഞതാണ് ഞാൻ. മറച്ചു പിടിച്ചു തമ്പുരാൻ. എന്തു കൊടുത്തു പകരം? ആക്ഷേപങ്ങളും വേദനകളും ശാപങ്ങളും മാത്രം അല്ലേ? അതൊക്കെ എന്റെ അധികാരങ്ങളാ. ഇതെന്റെ അവകാശം, എന്റെ തീരുമാനമാണ് ഞാൻ പറഞ്ഞത്. ഉത്തര പോകാനൊരു നിർബന്ധബുദ്ധി തമ്പുരാൻ കാണിച്ചാൽ ചിലതെനിക്കും ചെയ്യേണ്ടി വരും. എന്റെ നാണക്കേടുകളാണ് ഇപ്പോഴെന്റെ അലങ്കാരം. അതുമായി ഞാൻ ജീവിക്കാൻ തയ്യാറാണെങ്കിൽ അവൾക്കും ജീവിക്കാം ഈ നാട്ടിൽ തന്നെ. അതിന്
എന്റെ മേൽവിലാസം അവൾക്ക് ആവശ്യമാണെങ്കിൽ അത് ഞാൻ കൊടുത്തിരിക്കും. എന്റെ മകളാണ് അവളെന്ന് ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞിരിക്കും. ഉത്തര ജസ്റ്റിസ് മാധവൻ നായരുടെ മകളാണെന്ന് വിളിച്ചു പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിന്റെ മാത്രം പ്രശ്നമല്ല, ചെമ്പേരി തറവാട്ടിന്റെ സമവാക്യങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. ശത്രുവായിട്ട് കാണാൻ എന്നെ നിർബന്ധിക്കരുത് മാധവൻ നായർ, ഗുണമാവില്ലത്. ചെമ്പേരി തമ്പുരാന്റെ ശത്രു പദവി യോജിക്കില്ല ജസ്റ്റിസിന്. തമ്പുരാന്റെ യുദ്ധം നിയമമില്ലാത്തതാ. അവിടെ നിയമം മാത്രം അറിയാവുന്ന ജസ്റ്റിസ് തോറ്റുപോകും. തോൽപ്പിക്കും ഈ ചെമ്പേരി തമ്പുരാൻ.